വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 9-10 വാക്യങ്ങളാണ് ഇന്ന് നാളെയുമായിട്ട് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. ആ വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യവും ഹേതുവായി അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൻ്റെ കീഴിൽ കണ്ടു. 10-ാമത്തെ വാക്യം, വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. ഈ വാക്യം ആരംഭിക്കുന്നത് അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. കർത്താവായ യേശുക്രിസ്തു 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ മുൻപുള്ള 4 മുദ്രകൾ പൊട്ടിയപ്പോഴുള്ള രീതികളല്ല ഇവിടെ കാണുന്നത്. ജീവികൾ വിളിക്കുന്നില്ല, കുതിരകൾ വെളിപ്പെടുന്നില്ല. ആദ്യത്തെ 4 മുദ്രകളിൽ രാഷ്ട്രീയ ലോക വികാസങ്ങളാണ് നാം കണ്ടതെങ്കിൽ 5-ാം മുദ്രയിൽ മത ലോകം എങ്ങനെയായിരിക്കും എന്ന് കാണിക്കുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആദ്യത്തെ 4 മുദ്രകൾ ലോക ചരിത്രത്തോട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഉള്ളതെങ്കിൽ പിന്നീട് കാണുന്ന 3 മുദ്രകളിൽ പ്രകൃതിയോടുള്ള ബന്ധത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് വിവരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ വാക്യത്തിൽ കാണുന്നത്, അതായത് വെളിപ്പാട് 6-9 കാണുന്നത് അറുക്കപ്പെട്ടവരുടെ ആത്മാക്കൾ. മഹാപീഡനകാലത്ത് രക്തസാക്ഷികളെ കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കളാണിത്. ഇവർ കൊല്ലപ്പെടുവാനുള്ള 2 കാരണങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ ആകാൻ ഇടയായ അതേ കാരണം തന്നെയാണ് ഇവർ കൊല്ലപ്പെടുവാനും ഇടയായതായിട്ട് കാണുന്നത്. വെളിപ്പാട് 1:9. അപ്പോൾ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ ആകാനുള്ള കാരണം എന്താണ്? ഇവിടെ ഇവർ കൊല്ലപ്പെടുവാനുള്ള കാരണം എന്താണ്? 1, മഹാപീഡനകാലത്ത് ഇവർ കൊല്ലപ്പെടുവാനുള്ള കാരണം ദൈവവചനം നിമിത്തം. വചനം ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ മഹാപീഡനകാലത്ത് അംഗീകരിച്ചത് നിമിത്തം കൊല്ലപ്പെട്ടു. കൂടാതെ യാതൊന്നിൻ്റെയും പ്രതിമയെ നമസ്കരിക്കരുത് എന്നുള്ള തിരുവചനത്തിന് അതിശക്തമായ പ്രഖ്യാപനം, അത് ഇവർ അംഗീകരിച്ചു. പുറപ്പാട് പുസ്തകം 20-4-5 വാക്യങ്ങൾ, ആവർത്തനം 4-15-19 വരെയുള്ള വാക്യങ്ങൾ, ആവർത്തനം 5-7-9 വരെയുള്ള വാക്യങ്ങൾ, 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം, 1 യോഹന്നാൻ 5:21. ഇവർ കൊല്ലപ്പെടുവാനുള്ള കാരണം മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാതിരുന്നതിനാൽ, വചനപ്രകാരം അതിന് തയ്യാറാക്കാത്തതിനാലായിരിക്കാം ഇവർ കൊല്ലപ്പെട്ടത്. വെളിപ്പാട് പുസ്തകം 13-15, 18-24. ഇവർ കൊല്ലപ്പെടുവാനുള്ള 2-ാമത്തെ കാരണം തങ്ങൾ പറഞ്ഞ സാക്ഷ്യവാചകം ഹേതുവായി. മത്തായി സുവിശേഷം 24-9-14 വരെയുള്ള വാക്യങ്ങളിൽ നാം പഠനത്തിന് വിധേയമാക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നതിനാൽ ഉപദ്രവവും കൊലപാതകവും ഉണ്ടാകും. ഈ രാജ്യത്തിൻ്റെ സുവിശേഷം ആദ്യം ലോകത്ത് പ്രസംഗിച്ചത് സ്നാപയോഹന്നാനാണ്. മത്തായി സുവിശേഷം 3:1-2 വാക്യങ്ങൾ. അതിനുശേഷം കർത്താവായ യേശുക്രിസ്തുവും പ്രസംഗിച്ചു. മത്തായി 9:35. ഇനി മഹാപീഡനകാലത്ത് യഹൂദന്മാരാൽ ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടും. തൻ്റെ ഭൗതിക രാജ്യം സ്ഥാപിച്ച് മനുഷ്യവർഗത്തിന്മേൽ ഭരണം നടത്തുവാൻ ക്രിസ്തു വീണ്ടും വരും എന്നത്രേ ഈ സുവിശേഷത്തിൻ്റെ രത്നച്ചുരുക്കം. ഇത് രാജാക്കന്മാർക്കും എതിർ ക്രിസ്തുവിനും അനിഷ്ടമായിരിക്കും. തന്മൂലം ഈ സുവിശേഷം അറിയിച്ചവരെയും ഇത് അംഗീകരിച്ചവരെയും അവർ അന്ന് കൊല്ലും. ഇങ്ങനെ അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെയാണ് യാഗപീഠത്തിൻ്റെ കീഴിൽ കണ്ടത്. യാഗപീഠത്തിൻ്റെ കീഴിൽ കണ്ടു എന്നൊരു വാക്ക് നമ്മൾ വെളിപ്പാട് 6:9 കാണുന്നു. സ്വർഗത്തിൽ യാഗപീഠം ഉണ്ട് എന്ന് വെളിപ്പാട് പുസ്തകം ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. വെളിപ്പാട് 6:9, 8:5, 14:18. ഇത് പുതിയ ഒരു ആശയമല്ല. സമാഗമന കൂടാരം പൂർത്തിയാക്കിയപ്പോൾ ദൈവം നിർദ്ദേശിച്ച പ്രകാരം സ്വർഗത്തിലെ മാതൃക അനുസരിച്ചാണ് എല്ലാം നിർമ്മിച്ചത്. പുറപ്പാട് പുസ്തകം 25:9-40 വാക്യങ്ങൾ, സംഖ്യ 8:4, എബ്രായ ലേഖനം 8:5, 9:23. യാഗപീഠത്തിൽ യാഗം കഴിക്കുമ്പോൾ രക്തം അഥവാ ജീവൻ്റെ ഉറവിടം ദൈവത്തിനുള്ളതാകുന്നു. ലേവ്യ 17:11-14 വരെയുള്ള വാക്യങ്ങൾ. സമാഗമന കൂടാരത്തെങ്കിൽ യാഗം കഴിക്കാനുള്ള യാഗപീഠം അതിൻ്റെ വാതിൽക്കലാണ് വെച്ചിരുന്നത്. ലേവ്യ 4:7. അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ യാഗപീഠത്തിനുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നതിനാൽ ഇവർ യഹൂദ രക്തസാക്ഷികൾ ആയിരിക്കാം. ഇവർക്ക് ദൈവസഭയുമായിട്ട് ബന്ധമുണ്ടോ? വെളിപ്പാട് പുസ്തകം 6:9-10 വാക്യത്തിൽ അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ യാഗപീഠത്തിൻ്റെ കീഴിൽ കാണുന്നു. ഇവർക്ക് ദൈവസഭയുമായിട്ട് ബന്ധമുണ്ടോ? അതോടൊപ്പം തന്നെ വെളിപ്പാട് 6:10 വാക്യവും നാളെ നമുക്ക് പഠനത്തിന് വിധേയമാക്കാം. സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച്.